എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങി പൂരപ്പറമ്പാകുന്നതിന് മുമ്പേ ഒരു വെടിക്കെട്ടിന് തിരികൊളുത്താൻ പോവുകയാണ് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ. മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന റിലീസാണ് എമ്പുരാൻ എന്ന സിനിമയുടേത്. മോഹൻലാൽ പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി തുടരുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ട്രെയിലറിന്റെ സെൻസറിംഗ് പൂർത്തിയായി എന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. 3 മിനിറ്റ് 51 സെക്കൻഡാണ് ട്രെയിലറിന്റെ ദൈർഘ്യം. നേരത്തെ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായെന്ന റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. 3 മണിക്കൂറോളം റൺ ടൈം ഉള്ള സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചത്. ഇപ്പോൾ ട്രെയിലർ കൂടി സെൻസർ ചെയ്ത വിവരങ്ങൾ വരുമ്പോൾ അതും 3 മിനിറ്റ് 51 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഒരു ഗംഭീര വെടിക്കെട്ടിന് തന്നെയാണ് തിരികൊളുത്താൻ പോകുന്നത്. പ്രൊമോഷന്റെ പരിപാടികൾ കുറഞ്ഞു എന്ന് പറയുന്നവരുടെ മുന്നിലേക്കാണ് ഒരു ഗംഭീര ട്രീറ്റ് തന്നെ ഒരുക്കിക്കൊണ്ട് എമ്പുരാന്റെ ടീം വരുന്നത്. അതിനുമുമ്പ് ഒരു സർപ്രൈസ് പോസ്റ്റർ നമ്മുടെ മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷം എമ്പുരാന്റെ ട്രെയിലറും വരികയാണ്. റിലീസിന് മുമ്പേ തന്നെ പല വമ്പൻ കാര്യങ്ങൾക്കും തിരികൊളുത്തുകയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. സിനിമയുടെ 36 ക്യാരക്ടർ പോസ്റ്ററുകൾ ഇറക്കി പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്തിയിരുന്നു എമ്പുരാന്റെ ടീം. അത് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കാണ്. ആ ഗ്യാപ്പിന് ശേഷമായിരിക്കും ട്രെയിലർ പോലുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ട്രെയിലർ മാത്രമല്ല, ഒരു പാട്ട് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയേക്കും. ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് വിചാരിച്ചതിനേക്കാൾ നേരത്തെയാണ് ഇപ്പോൾ ട്രെയിലർ വരുന്നത് എന്ന്. മാർച്ച് 20-നൊക്കെ ട്രെയിലർ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനു മുമ്പേ ട്രെയിലർ നമുക്ക് മുന്നിലേക്ക് എത്തിയേക്കാനുള്ള സാധ്യത ഈ സെൻസറിംഗ് കഴിഞ്ഞപ്പോൾ പറയുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വീക്കിൽ തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ വന്നേക്കാം. എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ട്രെയിലറിനെ കുറിച്ച് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. സോങ് ഒക്കെ റെഡിയാണ്. മ്യൂസിക് ലേബൽ ടൈറ്റിലുമായിട്ടുള്ള ചർച്ചകളാണ്. ആ നെഗോഷിയേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് റിലീസാകും. എന്നാൽ ട്രെയിലർ അതിനു മുമ്പേ നമുക്ക് മുന്നിലേക്ക് എത്തുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. കൂടാതെ പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് എപ്പോൾ തുടങ്ങും എന്നതാണ്. ചിത്രം റിലീസ് ചെയ്യുന്നതിന് 14 10 ദിവസത്തിനോ മുന്നേ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. 2 വീക്കിന് മുമ്പേ തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം ഏത് ടൈമിൽ വരുമെന്ന് അവർ പറയുകയാണ്. എന്തായാലും റിലീസ് ചെയ്യുന്നതിന് ഒരു 10 ദിവസത്തിന് മുമ്പേ തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വെമ്പലോടെ കാത്തു നിൽക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന ടാർഗറ്റ് ആണ് അവർ വെച്ച് പുലർത്തുന്നതും. ഇതൊക്കെ നിൽക്കുമ്പോഴും എമ്പുരാനെ കുറിച്ചുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സിനിമയിലെ അണിയറ പ്രവർത്തകർ കൂടിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ എല്ലാം കാണുന്നത്. സിനിമയിൽ പ്രവർത്തിച്ച ഓരോ അംഗങ്ങളും എമ്പുരാനെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. മലയാള സിനിമയുടെ ബാഹുബലിയാണ് ലൂസിഫർ എന്ന് പൃഥ്വിരാജ് പറയുമ്പോൾ ആദ്യം തള്ളാണെന്നാണ് കരുതിയതെന്ന് സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരൻ പറയുന്നുണ്ട്. പൃഥ്വി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് തന്റെ തെറ്റാണെന്നും പിരീഡോ വലിപ്പമോ മാറ്റിവെച്ചാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ലൂസിഫർ ബാഹുബലിയാണെന്നും സുജിത് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത്. ലൂസിഫറിന്റെ സമയത്താണ് ഞാൻ ആദ്യമായി പൃഥ്വിരാജിനെ കാണുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത് മലയാള സിനിമയിലെ ഒരു ബാഹുബലിയാണെന്നാണ് ആ പറച്ചിൽ. തുറന്നു പറയാമല്ലോ, ഞാൻ അതിനെ അങ്ങനെ കണ്ടിരുന്നില്ല. ഇങ്ങനെ ഒരു സിനിമയെ എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ ബാഹുബലി എന്ന് പറയുന്നത് എന്നാണ് ചിന്തിച്ചത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുമല്ലോ അത്രയൊക്കെ ഉണ്ടോ എന്ന്. എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് ഞാൻ തുറന്നു പറയുന്നത്. അദ്ദേഹം എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്നറിയാൻ വൈകി. ലൂസിഫർ എന്ന സിനിമ മലയാളത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് കൊണ്ടാണ് എമ്പുരാൻ ഉണ്ടായത്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഭയങ്കര റെലവന്റ് ആണ്. കാരണം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഒരു ബാഹുബലി തന്നെയാണ്. അതിന്റെ പിരീഡോ വലിപ്പമോ മാറ്റിവെച്ചാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. ഇതെനിക്ക് മനസ്സിലാക്കാൻ എമ്പുരാൻ ചെയ്യേണ്ടി വന്നു. അതാണ് അദ്ദേഹത്തിന്റെ വിഷൻ. അദ്ദേഹം അത് ചുമ്മാ നമ്മളോട് പറയുന്നതാണെന്ന് വിചാരിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി. അദ്ദേഹം ഒരു തള്ളായി പറഞ്ഞതല്ല, കാര്യമായി പറഞ്ഞതാണ്. ലൂസിഫർ ചെയ്യുന്ന സമയത്ത് ഇതാണ് എനിക്ക് വേണ്ടത് എന്നൊരു ഫ്രെയിം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിക്കാണും എനിക്ക് കുറച്ചുകൂടി ചെയ്യാൻ കഴിയുമെന്ന്. എന്നതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആകും. ഒരു ടെക്നീഷ്യൻ സൈഡിൽ നിന്ന് അദ്ദേഹം തിരുത്തുന്നതിന് പകരം അതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അത് റിലവന്റ് ആണെങ്കിൽ അദ്ദേഹം എടുക്കും. അതൊരു നല്ല കാര്യമല്ലേ? അദ്ദേഹത്തിന്റെ സിനിമയാണ് ചെയ്യുന്നത്. വിചാരിച്ചതിനേക്കാൾ നല്ല സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഭയങ്കരമായി ഉൾക്കൊള്ളാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട്. കൃത്യമായി ഒരു അളവുകൾ അദ്ദേഹത്തിനുണ്ട്. അത് ഒരു കാര്യം നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും A to Z എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. സുജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എമ്പുരാനിലേക്ക് എത്തിയപ്പോഴാണ് ഈ സിനിമ എത്രമാത്രം വലുതാണെന്ന് അദ്ദേഹം പോലും മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ എമ്പുരാൻ എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. മലയാളത്തിന്റെ ബാഹുബലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ലൂസിഫറിന് ശേഷം ഇതെന്തായിരിക്കും? ഇത് കാണാനുള്ള കൗതുകമാണ് പ്രേക്ഷകർ ഓരോ ആൾക്കാരും ഓരോ ദിവസവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും. ഇപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് ട്രെയിലർ കൂടി വരികയാണ്.